ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു പനീർ ബട്ടർ മസാല ഇന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും. മക്കളൊക്കെ പറയും ഇത് ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി തായോ അമ്മേ. വെജിറ്റേറിയൻകാർക്കും വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, പൊറോട്ട, നാൻ, അതേപോലെ ചോറ് എന്നിവയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ്. ഞാൻ പനീറാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പനീർ ഇനി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് വന്നിട്ട് നല്ല സോഫ്റ്റായ പനീറായാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിരിക്കും. അതേമാതിരി ഇപ്പോൾ മാളുകളിലൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് പനീറൊക്കെ കിട്ടും. ഇതേമാതിരി ചെറുതായി കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ച് മാറ്റി വയ്ക്കാം. ഇത് മല്ലിയിലയുടെ തണ്ടാണ് ഞാനിവിടെ കുറച്ചെടുത്തിരിക്കുന്നത്. ഇനി പച്ചമുളകാണ്. ഞാനൊരു 2 പച്ചമുളക് ഇതിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, അതേപോലെ തന്നെ 10-15 കശുവണ്ടി വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളിയാണ്, ഒരു 3 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജാറിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ജീരകം. ഇനി നമുക്ക് അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ഇതിനെ അരച്ചെടുക്കാം. നല്ല വെണ്ണ പോലെ അരിഞ്ഞു വരണം. ഇതേമാതിരി നമുക്ക് അടിച്ചെടുക്കണം. ഇതേമാതിരി തന്നെ നിങ്ങൾ അരച്ചെടുത്തോളൂ. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഇനി നമ്മൾ ഒരു പാൻ വെച്ച് 2 പീസ് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇതേമാതിരി നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇനി നമ്മളതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ ഇതിലിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. പനീർ വന്നിട്ട് നല്ലൊരു സാധനമാണ്, നല്ല പ്രോട്ടീനൊക്കെ ഉള്ളതാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് അതിൻ്റെ മുകളിൽ തൂളി കൊടുത്ത്, കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, കുറച്ച് അതിൻ്റെ മുകളിലേക്ക് തൂളി കൊടുത്ത് നമുക്ക് ഇതേമാതിരി ഇളക്കി നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഒരുവിധം ചുവന്ന് വരുമ്പോൾ നമുക്ക് എടുക്കാം. പനീർ നമ്മൾ വറുക്കണതിൻ്റെ കാരണം വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിരിക്കും കറിയിലിടുമ്പോൾ. ഇനി നമുക്ക് ഒരു ചട്ടി അടപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു പീസ് ബട്ടറും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു ചെറിയ പട്ടേര പീസ് ഇട്ട് കൊടുക്കാം. അതേമാതിരി പട്ടേര ഇല ഒരെണ്ണം നുറുക്കിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെളുത്തുള്ളി അരിഞ്ഞതാണ്, ഒരു 1/2 ടീസ്പൂണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ മുന്നും ചേർത്തിട്ടുണ്ട്. ഇനി 2-3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ഇതേമാതിരി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി സബോളയാണ്. ഞാനൊരു 3 സബോള വലിയത് ഇവിടെ അരിഞ്ഞ് വെച്ചതാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചുവന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല എല്ലാം കൂടി ഒന്ന് നല്ല പോലെ മൂത്ത് വരണം. അതേവരയ്ക്ക് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒരുവിധം ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്ക് ഈ മുളകൊന്ന് മൂക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മസാല എല്ലാം ഇതേമാതിരി നന്നായിട്ട് തയ്യാറാകുമ്പോൾ നമ്മുടെ ഈ ചാറൊക്കെ നല്ല കട്ടിയായിരിക്കും, ടേസ്റ്റുമായിരിക്കും. ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂടി ഇതിൽ നമുക്ക് ചേർത്തി കൊടുക്കാം.
എല്ലാം കൂടെ ചേർത്ത് ഇതേമാതിരി നമ്മുടെ ഒഴിച്ചിരിക്കുന്ന ഓയിലൊക്കെ നന്നായിട്ട് മുകളിൽ പൊന്തി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യം പോലെ ഇടാവുന്നതാണ്. ഇതേമാതിരി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതേമാതിരി ചാറൊക്കെ നല്ല ഒരു കട്ടിയായി വരണം. ഇങ്ങനെ കട്ടിയായി വന്നാലാണ് നമുക്ക് അതുമേ പനീറുമൊക്കെ മസാല പിടിച്ച് നല്ല രുചിയായിരിക്കുള്ളൂ. ഇത് ഒരുവിധം പരുവായി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇതേമാതിരി ഇനി 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് 2 മിനിറ്റ് നേരം ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സബോളകളൊക്കെ ഉടഞ്ഞ് നല്ല ചാറ് കട്ടിയായി ഇതേമാതിരി തിളച്ച് വരണം. ഇങ്ങനെ തിളച്ച് വരുന്ന ചാറെല്ലാം നമുക്ക് വളരെ രുചിയായിരിക്കും. ഇതേമാതിരി കട്ടിയിലായി നമ്മൾ ഇളക്കി എടുക്കണം. അപ്പോഴാണ് നമ്മുടെ പനീറെല്ലാം ചേർത്ത് വരുമ്പോൾ നമുക്ക് ചാറെല്ലാം നല്ല രുചിയായിരിക്കും. അതാണ് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട അങ്ങനെ നാന് അങ്ങനെയുള്ള സാധനങ്ങളുടെ കൂടെ നമുക്ക് കഴിക്കാൻ വളരെ നല്ലതായിരിക്കും. പനീർ നിങ്ങൾക്ക് ആവശ്യം പോലെ എടുക്കാം. ഇനി ഞാനൊരു പീസ് ബട്ടർ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു പഞ്ചസാര നമുക്ക് ഒരു ചെറിയ ചാറ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. മല്ലിയില അരിഞ്ഞത് കുറച്ച് കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പോൾ പനീറെല്ലാം ചാറിൽ നല്ല പോലെ വെന്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ലൊരു കളറും വന്നിട്ടുണ്ട്. ഇതേമാതിരി ഉണ്ടാക്കിയെടുത്താൽ വളരെ രുചിയായിരിക്കും. ഇതിൻ്റെ ചാറും നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ പഠിച്ചു കാണുമല്ലോ. ഇനി വീടുകളിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.